ശ്രീമതി യു പ്രതിഭ. സർ, വേമ്പനാട് കായലിൻ്റെ പുനരുജ്ജീവനം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാലത്താണ് സർ ഈ ചോദ്യം നമ്മുടെ ഫ്ലോറിൽ വന്നത്. സർ, ഇന്ന് കുഫോസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂടുതലായി അടിഞ്ഞുകൂടി എന്നുള്ള 77% കായൽ ജലസംഭരണ ശേഷി കുറഞ്ഞു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് സർ. കായലിൻ്റെ ആഴം കൂട്ടുന്നതിനും പ്ലാസ്റ്റിക് മാലിന്യം നീക്കുന്നതിനും നമ്മുടെ സമുദ്രത്തിൽ എങ്ങനെയാണ് ഒരു വലിയ പദ്ധതി നടപ്പാക്കിയല്ലോ പ്ലാസ്റ്റിക് നീക്കം, അത്തരത്തിലുള്ള അടിയന്തര ഇടപെടലോട് കൂടിയിട്ട് ഉള്ള എന്തെങ്കിലും പദ്ധതി സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടോ? അതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുമോ? സാർ, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യ വകുപ്പിൻ്റെ കീഴിൽ വരുന്നതിൻ്റെ തോടുകൾ മാത്രമാണ്. കായൽ പ്രധാനമായും നമ്മുടെ ഇറിഗേഷൻ വകുപ്പിൻ്റെ കീഴിലാണ്. ഇറിഗേഷൻ വകുപ്പ് ധാരാളം നൂതനമായ പദ്ധതികൾ, കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട്. പിന്നെ കുഫോസിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഫിഷറീസും പിന്നെ ഇറിഗേഷൻ വകുപ്പുടെ ഒരു യോജിച്ച ഒരു പ്രൊജക്റ്റ് എന്ന നിലയിലേക്ക് പോകുന്നതോടുകൂടി മാത്രമേ ഇപ്പോൾ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയൂ.